ഒരു ഉദ്ധരണി, ഒരു ജീവിതപാഠം, ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്ര. നിങ്ങൾ പറഞ്ഞത് ആളുകൾ മറന്നേക്കാം, നിങ്ങൾ ചെയ്തത് മറന്നേക്കാം, പക്ഷേ നിങ്ങൾ അവരെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്നത് അവർ ഒരിക്കലും മറക്കില്ല. ആത്മനമസ്തേ. നമ്മുടെ ജീവിതത്തിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നു. ചിലരോട് നമ്മൾ മണിക്കൂറുകളോളം സംസാരിക്കുന്നു, ചിലരോടൊപ്പം വർഷങ്ങളോളം ജീവിക്കുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാൽ അവരുടെ വാക്കുകളിൽ പലതും നമുക്ക് ഓർമ്മയുണ്ടാകില്ല. അവർ ധരിച്ചിരുന്ന വസ്ത്രവും ഓർമ്മയുണ്ടാകില്ല, അവർ പറഞ്ഞ ഓരോ വാക്കുപോലും ഓർമ്മയുണ്ടാകില്ല. പക്ഷേ അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് എങ്ങനെ തോന്നിയിരുന്നു എന്നത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ബാക്കിയുണ്ടാകും. People will forget what you said, people will forget what you did, but people will never forget how you made them feel. മായ ആഞ്ചലോ പറഞ്ഞ വാക്കുകളാണിത്. ഒരു സ്കൂളിൽ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. അവരുടെ ക്ലാസ്സിൽ വളരെ ശാന്തനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ അധികം സംസാരിക്കില്ല, പഠനത്തിലും ശരാശരി മാത്രം. മറ്റു കുട്ടികൾ പലപ്പോഴും അവനെ പരിഹസിക്കും. ഒരു ദിവസം അധ്യാപിക അവനെ വിളിപ്പിച്ചു. ടീച്ചർ പറഞ്ഞു, നിനക്ക് വളരെ നല്ലൊരു ഹൃദയമുണ്ട്, നീ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നവനാണ്, അത് വളരെ വിലപ്പെട്ട ഗുണമാണ്. ആ കുഞ്ഞ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വന്നു. വർഷങ്ങൾ കടന്നുപോയി, അധ്യാപിക ആ കുട്ടിയെ മറന്നുപോയിരുന്നു. ഒരു ദിവസം അവർക്ക് ഒരു കത്ത് ലഭിച്ചു. അതിലെഴുതിയിരുന്നു, മാഡം, എല്ലാവരും എന്നിൽ കുറവുകൾ മാത്രം കണ്ടിരുന്ന കാലത്ത് നിങ്ങൾ എന്നിൽ ഒരു നല്ല കാര്യം കണ്ടു. അന്ന് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഞാൻ വിലപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നിയ ആ ദിവസം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അധ്യാപികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ മനസ്സിലാക്കി, ചിലപ്പോൾ നാം ഒരാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ നമ്മൾ പോലും ഓർക്കാത്ത ഒരു ചെറിയ നിമിഷമായിരിക്കും. ഇതിൻ്റെ ആത്മീയ അർത്ഥം, നമ്മുടെ ഓരോ കൂടിക്കാഴ്ചയും ഒരു ചെറിയ ഊർജ കൈമാറ്റം പോലെയാണ്. നാം ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു അനുഭവം അവശേഷിപ്പിക്കാം. അത് ഭയമായിരിക്കാം, അല്ലെങ്കിൽ ആത്മവിശ്വാസമായിരിക്കാം, അത് വേദനയായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം. അതുകൊണ്ട് ആത്മീയമായി വളരുന്ന ഒരാൾ സ്വയം ചോദിക്കണം, ഞാൻ ഒരു മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവിടെ എൻ്റെ സാന്നിധ്യത്തിൻ്റെ എന്താണ് അവശേഷിക്കുന്നതെന്ന്. ഇന്ന് നിങ്ങൾ കാണുന്ന ഒരാളോട് ഒരു നല്ല വാക്ക് പറയൂ. ഒരാളുടെ വാക്കുകൾ ഇടയിൽ തടസ്സപ്പെടുത്താതെ കേൾക്കൂ. ഒരാളോട് ആത്മാർത്ഥമായി പുഞ്ചിരിക്കൂ. ഒരാൾക്ക് നിങ്ങൾ പ്രധാനപ്പെട്ട ആളാണ് എന്ന അനുഭവം നൽകൂ. വലിയ കാര്യങ്ങൾ ആവശ്യമില്ല, ചെറിയ മനുഷ്യസ്പർശങ്ങൾ വലിയ ഓർമ്മകളായി മാറും. ഇന്ന് രാത്രി 3 ആളുകളെക്കുറിച്ച് ഓർക്കൂ. ഒരിക്കൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം നൽകിയവർ. അവരിൽ ഒരാളോട് സാധ്യമെങ്കിൽ ഒരു ചെറിയ സന്ദേശം അയക്കൂ. നിങ്ങൾ ഒരിക്കൽ എന്നോട് കാണിച്ച സ്നേഹം ഞാൻ എന്നും ഓർക്കുന്നു, നന്ദി. ഒരുപക്ഷേ ആ ചെറിയ സന്ദേശം അവരുടെ ദിവസം തന്നെ മാറ്റിയേക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം നാം എത്ര കാര്യങ്ങൾ ചെയ്തു എന്നതിൽ മാത്രമല്ല, നമ്മളെ കണ്ടുമുട്ടിയ മനുഷ്യർക്ക് നമ്മോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ അനുഭവപ്പെട്ടു എന്നതിലും കാര്യമുണ്ട്. നമ്മുടെ കൈവശം വലിയ സമ്പത്തില്ലെങ്കിലും പ്രശ്നമില്ല, വലിയ അധികാരമില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രതീക്ഷയും സ്നേഹവും ധൈര്യവും ഉണർത്താൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഇതിനകം തന്നെ അർത്ഥവത്താണ്. ദിവ്യസ്നേഹം നമ്മുടെ ഹൃദയത്തെ കൂടുതൽ കരുണയുള്ളതാക്കട്ടെ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമാകട്ടെ. നമ്മുടെ പ്രവൃത്തികൾ സേവനമാകട്ടെ. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി അനുഭവപ്പെടട്ടെ. ആത്മാ നമസ്തേ. ഞാൻ രഞ്ജിത്ത്, തൃശ്ശൂരിൽ നിന്നും.
Pranavidya School of Healing. I'm a student of Mahatma Chowakok and Ma Charlotte. Thank you all. Namaste.